എല്ലാവർക്കും നമസ്കാരം. അഭിലാഷിനെ ഞാൻ പരിചയപ്പെടുന്നത് എക്സാക്ട്ലി 5 ദിവസം മുമ്പാണ്. ഫസ്റ്റ് ഇങ്ങനെ പ്രോജക്റ്റ് ഉണ്ടെന്ന് പറഞ്ഞു. മനോജാണ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അപ്പോൾ അങ്ങനെ വന്നു, 2 പാട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ കറക്റ്റ് ഇങ്ങനെ ഞാൻ ഫസ്റ്റ് സെറ്റിങ് കഴിഞ്ഞു, കമ്പോസിങ് കഴിഞ്ഞു. ഇന്നലെ 2ാമത്തെ പാട്ട് കഴിഞ്ഞു. അപ്പോൾ ഇതിനൊരു 1 വീക്കിൽ എൻ്റെ പാട്ടുകൾ നിങ്ങൾക്ക് എല്ലാവർക്കും കേൾക്കാൻ കഴിയും. സോ ഒരു സന്തോഷത്തിലിരിക്കാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഡോസ് എന്ന് പറഞ്ഞ മൂവി എന്താ പറയുക, ശരിക്കും എനിക്ക് ഫസ്റ്റ് കേട്ടപ്പോൾ തന്നെ എൻ്റെ സബ്ജക്റ്റാണ് എന്നെ ശരിക്കും ഹോൾഡ് ചെയ്തത്. എനിക്കൊരുപാട് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. നമുക്ക് നന്നായിട്ട് പണിയെടുക്കാനുള്ള സ്ഥലമുള്ള ഒരു പടമായിട്ട് തോന്നി. സോ അതുകൊണ്ട് തന്നെയാണ് അത് എടുത്തിരിക്കുന്നത്. സോ ഡോസിനും എൻ്റെ എല്ലാ അണിയറ പ്രവർത്തകർക്കും, ഷിജുവിൽസിന് എല്ലാവർക്കും, വിനീൻ സാർ വന്നതിനോട് നന്ദി. എല്ലാവർക്കും ആശംസകൾ നേരുന്നു. താങ്ക് യു സോ മച്ച്. God bless you all. So thank you very much. And now ഇന്നത്തെ ദിവസം നമ്മളുടെ ഈ ഒരു ചടങ്ങിൻ്റെ ഭാഗമായിട്ട് നമ്മളുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ വന്നു ചേർന്നിട്ടുള്ള ഞങ്ങളുടെ എല്ലാവരെയും പ്രിയപ്പെട്ട റോണി ഡേവിഡ് സെയർ. സോ റോണി ചേട്ടനാണ് അടുത്തതായിട്ട് വേദിയിലേക്ക് ആശംസ അറിയിക്കുന്നതിന് വേണ്ടി സ്റ്റേജിലേക്ക് ക്ഷണിക്കുന്നത്. ഒരുപാട് സ്നേഹത്തോടു കൂടി അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുകയാണ്. എല്ലാവർക്കും നമസ്കാരം. സിജുവിൻ്റെ ഒരു പരിപാടിക്ക് വരിക എന്ന് പറഞ്ഞാൽ കുടുംബത്തിലൊരു പരിപാടിക്ക് വരുന്ന പോലെയാണ്. ആദ്യമായിട്ട് പുതിയൊരു പ്രൊഡക്ഷൻ കമ്പനി, വീണ്ടും ഒരു പുതിയ പ്രൊഡക്ഷൻ കമ്പനി വരിക എന്ന് പറയുന്നത് വളരെ സ്വാഗതാർഹമാണ്. സിനിമാറ്റിക് പിക്ചേഴ്സ്, അതുപോലെ തന്നെ മസ്കറ്റ് മൂവി മേക്കേഴ്സ്, വണ്ടർ മൂഡ്സ്, അപ്പോൾ അങ്കിത് ത്രിവേദി, അതുപോലെ തന്നെ ജോണി, ഷാൻഡോ തോമസ്, ഇപ്പോൾ തന്നെ സമയത്ത് അഭിലാഷ്, പിന്നെ ഗോപിച്ചേട്ടൻ, പിന്നെ സാറ് പറഞ്ഞ പോലെ തന്നെ ഗുരുതരനായ വിനയ സാർ പറഞ്ഞ പോലെ തന്നെ ഞങ്ങളുടെ പടത്തിൻ്റെ ആക്ഷൻ കോറിയോഗ്രാഫിയുടെ അസോസിയേറ്റ് ആയിരുന്നു കലൈ മാസ്റ്റർ. പൂനെയിൽ ഒരു 8 ദിവസം ഈ രാത്രിയൊക്കെ പുള്ളി തന്നെയായിരുന്നു. കാരണം വെച്ചാൽ അന്ന് സുപ്രീം സുന്ദർ മാസ്റ്ററിന് കങ്കുവ ഉണ്ടായിരുന്നു. അപ്പോൾ കങ്കുവയുടെ ഷെഡ്യൂൾ പുള്ളി അപ്പുറത്ത് ഹാൻഡിൽ ചെയ്യുന്ന സമയത്ത് ഒരു 2-3 ദിവസം കഴിഞ്ഞിട്ട് പിന്നെ ഫുൾ ആൻഡ് ഫുൾ കലൈ മാസ്റ്ററിൻ്റെ ചെയ്തിരുന്നു. ഇത് മറ്റൊരു ബ്ലോക്ക് ബസ്റ്റർ മൂവിയായിട്ട് മാറട്ടെ. പിന്നെ സാർ നേരത്തെ 19-ാം നൂറ്റാണ്ടിലെ സിജുവിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ തന്നെ ഞങ്ങളെല്ലാം വിചാരിച്ചു. അപ്പം അങ്ങനെ കുതന്ത്രങ്ങളില്ലാത്തൊരു വ്യക്തിയാണ് സിജു. കഠിനാധ്വാനിയാണ്. ധ്യാനന്ദ വ്യക്തിയോട് കൂടിയതിന് ശേഷം കൂടാനുള്ള സമയം ഞങ്ങൾക്ക് അത് കിട്ടിയില്ല. പക്ഷെ ഞങ്ങൾ ഇന്റർവ്യൂവിൻ്റെ ഇടയിലൊക്കെ ഞങ്ങൾ പറ്റാവുന്നൊക്കെ പഠിച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സിനിമ ഡോസ് എന്നുള്ള സിനിമയെ കുറിച്ച് ഞാൻ സിജു വളരെ മിതഭാഷയാണ്, കുറച്ചേ സംസാരിക്കുള്ളൂ. അപ്പോൾ ഞാൻ പല രീതിയിൽ ചോദിച്ചു. ഒരു മെഡിക്കൽ ത്രില്ലർ എന്തെങ്കിലും എഴുതാനുള്ളൊരു സ്കോപ്പ് ഉണ്ടെന്ന് അറിയാൻ വേണ്ടി, സിജു സബ്ജക്റ്റ് എന്താണ്? ത്രില്ലറാണ്. സിജു ഹോസ്പിറ്റൽ ബേസ്ഡ് ആണോ? അല്ലല്ല, അങ്ങനെയല്ല, ഒരു ത്രില്ലറാണ്. അല്ല വേറെ എന്തെങ്കിലും ഹോസ്പിറ്റലിന് ബന്ധപ്പെട്ട മറ്റേ പ്രക്രിയകളിലുള്ള വേറെ എന്തെങ്കിലും എന്താ പറയുക അഴിമതിയാണോ? അല്ലല്ല, അതൊരു മെഡിക്കൽ ത്രില്ലറാണ്. അപ്പോൾ തിരിച്ചും കുറച്ചും മറിച്ചും ചോദിച്ചിട്ടും പുള്ളി തന്നെയാണ് വീണ്ടും വീണ്ടും പറയുന്നത്. പിന്നെ പ്രൊഡ്യൂസേഴ്സിൻ്റെ അടുത്തൊരു വിനീതമായ അപേക്ഷ, പഴയ മെഡിക്കൽ കോളേജിൽ എന്തെങ്കിലും ചെറിയ വാടകയ്ക്ക് കിട്ടുമെന്ന് പറഞ്ഞ് അദ്ദേഹത്തെ കൊണ്ട് ഷൂട്ട് ചെയ്യരുത്. എപ്പോഴാണ് ഇടിഞ്ഞു പൊളിഞ്ഞു വീഴുമെന്ന് പറയാൻ പറ്റില്ല. അവസാനം നായക നടനും ക്യാമറാമാനും അസോസിയേറ്റ്സും എല്ലാം അടിയിലാവും. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ആദ്യം പറയും സിജുവിൽസൺ അടിയിലുണ്ടെന്ന് പറയും, പിന്നെ പറയും സിജുവിൽസൺ അടിയിലില്ലെന്ന് പറയും. അപ്പോൾ അവസാനം സാറൊക്കെ വലിയ പരിപാടികൾ പ്ലാൻ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ശ്രദ്ധിക്കുക. അടുത്ത വർഷം നമുക്ക് വലിയൊരു പടം കിട്ടേണ്ടതാണ്. അവസാനം ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും തീർന്ന് കയ്യിൽ വരുമ്പോഴേക്കും സിജു വിൽസന്റെ മകൻ ഹീറോ ആയിട്ടുണ്ടാവും. അപ്പോൾ ദേവി അങ്ങനെയുള്ള പ്രക്രിയകൾ ചെയ്യാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. നല്ല വാടകയ്ക്ക് തന്നെ ബിൽഡിങ്ങുകൾ എടുക്കുക. അപ്പോൾ ഈ ഒരു പ്രൊജക്റ്റ് ഡോസ് ഒരു സൂപ്പർ ഡോസ് ആയിട്ട് മാറട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ഓൾ ദി ബെസ്റ്റ്. எல்லாருக்கும் வணக்கம். தமிழில் பேசுகிறது மலையாளம் கொஞ்சம் தெரியும். ஸோ சிஜு ஃபஸ்ட்டு எனக்கு 19th செஞ்சுரி கொண்டு சார் பார்த்தது. ஸோ ஃபஸ்ட்டு எனக்கு வாய்ப்பு கொடுத்தது சார் தான் சொல்ல முடியும். ஏன்னா கிளைமேக்ஸ் ஃபைட் போயிட்டு இருக்குது. கிளைமேக்ஸில் ஒரு டேக்கு 20 lakhs மேலே அங்கே எக்யூப்மெண்ட்ஸ் போர்ட்ஸ் எல்லாமே வச்சுருந்தாங்க. ஸோ அந்த டைமில் மாஸ்டருக்கு தள்ளுமலா போயிட்டு இருந்தது. ஸோ தள்ளுமலையில் 75-80 days அங்கே தேட்டர் ஃபைட்டுக்கு ரெடி ஆகிட்டாங்க. ஸோ ஆனால் எங்கள் கிளைமேக்ஸ் முடியாத டைமில் எக்ஸ்ட்ரா ஒரு 2 days தேவைப்படுது. அந்த டைமில் மாஸ்டர் பல்ல கடிச்சிருந்தது எப்படி சமாளிக்கிறது எப்படி பண்ணுறது சொல்லிட்டு யோசிச்சுட்டு இருக்கும்போது
சார்கிட்ட பேசுறதுக்கு எல்லாருக்கும் பயம் அந்த டைமில். ஏன்னா ஷூட்டிங் ஸ்பாட்டில் அப்படி இருக்காது சார். எப்படி பேசலாம்னு சொல்லி அந்த சம்மர் ப்ரெஷரில் இருந்தாங்க மோஸ்ட்லி. ஸோ அந்த டைமில் കൂടിയാണ് ഡോസർ എന്ന ഈ സിനിമയുമായിട്ട് എന്നെ ഏറ്റവും അധികം ചേർത്ത് നിർത്തുന്നത് എൻ്റെ വിശേഷത്തിലൂടെ മലയാളത്തിലേക്ക് എത്തിയ 3 പ്രൊഡക്ഷൻ ബാനറാണ്. ഇവരുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ സിനിമയെ ഒരുപാട് സ്നേഹിക്കുന്ന ആളുകളാണ് ഇവർ എന്നുള്ളതാണ്. നമസ്കാരം. ഒരുപാട് സന്തോഷം. സിജു വളരെ അടുത്ത സുഹൃത്താണ്. ഒരുപാട് നാളായിട്ടുള്ള സുഹൃത്താണ്. ഞങ്ങളൊരു 2014 മുതലുള്ള ഒരു അടുപ്പമുണ്ട്. സിജു എന്ന് പറയുമ്പോൾ നമ്മൾ ഇപ്പം നേരത്തെ എല്ലാവരും പറഞ്ഞ പോലെ നമുക്ക് എന്നും കൂടെ കൂട്ടാവുന്ന ഒരു സുഹൃത്താണ്. ഇപ്പം 19-ാം നൂറ്റാണ്ട് എന്ന് പറയുന്ന സിനിമ ഒരുപാട് അതിനുവേണ്ടി പ്രയത്നിച്ചിട്ടുള്ള ഒരാളാണ് ഞാൻ. പലതവണ സിജുവിനെ കാണുമ്പോഴും സിജു അതിനു വേണ്ടിയിട്ടുള്ള എഫേർട്ടും എനിക്കിപ്പോഴും ഓർമ്മ. ഞാനിവിടെ ഒരു പാക്വേയിൽ ജിമ്മിനടുത്ത് പോയ സമയത്ത് വളരെ കഠിനമായിട്ടുള്ള വർക്കൗട്ടിൽ അദ്ദേഹം വർക്കൗട്ട് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം ഞാനൊരു ഫോട്ടോ എടുത്തപ്പോൾ വലിയ പുറത്ത് വിടല്ലേ എന്ന് പറഞ്ഞിട്ടാണ് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. സോ അതിൽ നിന്ന് ഒരുപാട് ഇപ്പം നേരത്തെ വിനയൻ സാർ പറഞ്ഞ പോലെ അല്ലെങ്കിൽ റോണി പറഞ്ഞ പോലെ സക്സസ് എന്ന് പറയുന്ന സംഭവം നമുക്ക് കിട്ടിയാലും സിനിമ എന്ന് പറയുന്ന ഒരു മാരത്തോണാണ്. അതിന് ഓടിക്കൊണ്ടേയിരിക്കണം. അത് എപ്പോഴാണ് അതിൻ്റെ ഒരു കറക്റ്റ് സമയം വരുന്നത് നമുക്കറിയില്ല. പക്ഷെ അതുവരെ നമ്മൾ ഓടിക്കൊണ്ടേയിരിക്കണം. ചിലപ്പോൾ ഒരു 50-ാമത്തെ സിനിമയായിരിക്കും വഴിത്തിരിവാകുന്നത്. പക്ഷെ 49 പടം ചെയ്താലേ 50-ാമത്തെ പടം സംഭവിക്കുള്ളൂ. അപ്പം അതിനുവേണ്ടി ഓടിക്കൊണ്ടിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. അപ്പോൾ സിജുവിന് 50 ആയില്ലേ, അതിന് മുമ്പേ ആവട്ടെ ആ ഒരു സമയം എന്ന് ആശംസിക്കുന്നു. ഒരുപാട് സന്തോഷം. ആൻഡ് ഓൾസോ ഇതിൻ്റെ ഗോപി ഇവിടെ ഉണ്ട്. ഗോപി മലയാളത്തിൽ ഒരുപാട് സജീവമാവുന്നതിൽ ഒരുപാട് സന്തോഷമുള്ള ആളാണ്. കാരണം 1983 ചെയ്യുമ്പോൾ ആ സിനിമയ്ക്ക് അത്രയും ഒരു സോള് കൊടുത്ത ഒരാളാണ്. അതിൻ്റെ മാത്രമല്ല സിനിമയുടെ ഒരു കറക്റ്റ് ജഡ്ജ്മെന്റ് ഉള്ള ഒരു മനുഷ്യനാണ് എനിക്ക് തോന്നിയിട്ടുണ്ട് ഗോപി. ആൻഡ് അന്ന് ഗോപിക്ക് ഇതിലും പ്രായം ഉണ്ടായിരുന്നു. ഇപ്പോൾ കുറച്ചുകൂടി ചെറുപ്പമായിട്ടുണ്ട്. ആൻഡ് വിനയൻ സാറിൻ്റെ ഒരു അനുഗ്രഹം ഈ സിനിമയ്ക്ക് ഉണ്ടാവുന്നതിൽ സന്തോഷം. ഞാൻ സിനിമയിൽ വന്നിട്ട് എൻ്റെ ആദ്യ സിനിമ കഴിഞ്ഞപ്പോൾ എന്നെ ഏറ്റവും ആദ്യമായിട്ട് വിളിച്ച് അഭിനന്ദനം അറിയിച്ച ഒരു സംവിധായകനാണ് വിനയൻ സാർ. പക്ഷേ ദൗർഭാഗ്യവശാൽ ഞാനത് വിനയൻ സാറാണെന്ന് വിശ്വസിച്ചില്ല. എൻ്റെ കൂട്ടുകാരെ വിളിച്ച് എന്നെ പറ്റിക്കുകയാണെന്ന് വിളിച്ചിട്ട് ഞാൻ പെട്ടെന്ന് തിരിച്ച് കളിയാക്കുകയാണ് ചെയ്തത്. പക്ഷേ പിന്നീട് ലാൻഡ് ലൈൻ നമ്പർ 0484 കണ്ടപ്പോൾ ഞാൻ തിരിച്ച് പെട്ടെന്ന് വിളിച്ച് ഞാൻ മാപ്പി വെച്ചു. ഞാൻ ഒരുപാട് സന്തോഷം സാർ ഇവിടെ ഉള്ളതിൽ. ഞാൻ റോണി വളരെ അടുത്ത സുഹൃത്താണ്. റോണി ധ്യാനിൻ്റെ ഒപ്പം കൂടി കുറച്ച് തമാശകളൊക്കെ പഠിച്ചിട്ടുണ്ട് എന്ന് ഞാനിവിടെ കുറച്ച് മനസ്സിലായി. പക്ഷെ എന്നിരുന്നാലും ഏതൊരു അപകടവും തരണം ചെയ്യാൻ കെൽപ്പുള്ള ആളാണെന്ന് നമ്മുടെ മാസ്റ്റർ വരെ പറഞ്ഞു സിജു. അപ്പോൾ ഏത് അപകടവും സിജുവിനൊരു വിഷയമല്ല, പെട്ടെന്ന് പഠിച്ചെടുക്കുന്നതാണ് പറഞ്ഞത് സിജു. അതൊക്കെ സോ വെരി ഹാപ്പി ടു ബി ഹിയർ. അഭിലാഷ്, ഓൾ ദി ബെസ്റ്റ്. ആൻഡ് എ സിനിമാറ്റിക് നിങ്ങളുടെ 3rd വെഞ്ചർ വലിയൊരു സക്സസ് ആവട്ടെ. ഗംഭീര ഒരു സിനിമയാവട്ടെ ഡോസ്. താങ്ക് യു all actors and all. Everyone for being part of this function today. And I would like to thank our director for bringing this vision to life, along with our actors and all the technicians that are the part of this project, and especially the media for providing this news to the world. Okay, and today during the launch of this സിനിമ ഇൻഡസ്ട്രിയിലേക്ക് വ്യത്യസ്തങ്ങളായ അത്ഭുതങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് നമ്മെ വിസ്മയിപ്പിച്ച ആദരണീയനായ വിനയൻ സാറ് നമ്മുടെ മുഖ്യാതിഥിയായിട്ട് ഈ വേദിയിലുണ്ട്. അതുപോലെ സിനിമ ഇൻഡസ്ട്രിയിലുള്ള എല്ലാ വിശിഷ്ട വ്യക്തിത്വങ്ങളെയും ഞങ്ങൾ ഈ ഒരു പ്രോഗ്രാമിൽ വന്നതിന് ഞങ്ങൾ പ്രത്യേകം ഈ അവസരത്തിൽ നന്ദി പറയുന്നു. ഞങ്ങളുടെ മസ്കറ്റ് മൂവി മേക്കേഴ്സ് എന്ന് പറയുന്നത് കുര്യൻ. ഞാൻ സിനിമയിൽ ഒരുപാട് കാലമായിട്ടൊന്നുമില്ല. സൂരജ് കുറച്ച് മുമ്പ് പറഞ്ഞു ഞങ്ങളുടെ ഒരു പടമായിരുന്നു വിശേഷം. ഇപ്പോൾ സൂരജ് ടോമിൻ്റെ കൂടെ സൂരജിനോട് 2 വാക്ക് സംസാരിച്ചപ്പോഴാണ് ഞാൻ ഈ സിനിമാ മേഖലയിൽ ഇങ്ങനെ ഒന്ന് കാലെടുത്ത് വെച്ചത്. അപ്പോൾ ഞങ്ങൾ മസ്കറ്റ് മൂവി മേക്കേഴ്സ്, ഞാനും ജോയും അതുപോലെ ടോമി പോള്, റോയ്, ജോൺ, അങ്ങനെ പിന്നെ
ഞങ്ങളുടെ മസ്കറ്റ് മൂവി മേക്കേഴ്സിലെ ആൾ തന്നെയാണ് ഈ ഷാൻഡോയും അങ്കിതും. അപ്പോൾ ഞങ്ങൾ 7 പേരാണ് മസ്കറ്റ് മൂവി മേക്കേഴ്സ്. അപ്പം ഈ സിനിമാറ്റിക്കിൻ്റെ നേതൃത്വത്തിൽ ഞങ്ങൾ ഇറക്കുന്ന ഈ ഡോസ് അഭിലാഷിൻ്റെ ഡയറക്ഷനിൽ അഭിലാഷിൻ്റെ കൂടെ നല്ലൊരു ടീം ഞങ്ങൾക്ക് അഭിലാഷുമായിട്ട് സംസാരിച്ചപ്പോഴോ ടീമൊക്കെ ആയിട്ട് സംസാരിച്ചപ്പോൾ ഞങ്ങൾക്ക് വളരെ നല്ല പ്രതീക്ഷയുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ അവസരത്തിൽ നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന ഡോസ് എന്ന് നൽകണമെന്ന് ഞങ്ങൾ ഈ അവസരത്തിൽ നിങ്ങളോട് അപേക്ഷിക്കുന്നു. ഇത് നല്ലൊരു വിജയമായി തീരുവാനായിട്ട് നമ്മുടെ വിനയൻ സാർ പറഞ്ഞു, നമ്മുടെ പടത്തിൻ്റെ നായകൻ സിജു വിൽസനാണ്. അതുപോലെ ദിൽഷ, ഞങ്ങൾ പിന്നെ ജഗദീഷ് ചേട്ടൻ ഇന്ന് ഈ വേദിയിൽ പങ്കെടുക്കാൻ പറ്റിയില്ല, അദ്ദേഹത്തിന് അസുഖമായതുകൊണ്ട് ആള് ജഗദീഷ് ചേട്ടനും ഇവിടെ വരേണ്ടതായിരുന്നു. അതുപോലെ വേദിയിലിരിക്കുന്ന ഞങ്ങളോട് സിനിമയോട് ചേർന്ന് പ്രവർത്തിക്കുന്ന എല്ലാ ടീമുകളും വളരെ ആത്മാർത്ഥതയോടുകൂടി ഇതിനു വേണ്ടി പ്രവർത്തിക്കുകയും അപ്പോൾ ആ പ്രവർത്തനം അല്ലെങ്കിൽ ഞങ്ങളുടെ പരിശ്രമം വൻ വിജയമായി തീരുവാൻ നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന ഞങ്ങൾ ഈ അവസരത്തിൽ അപേക്ഷിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. അപ്പോൾ സിജു വിൽസൺ വിനയൻ സാർ പറഞ്ഞ പോലെ വിനയൻ സാർ അടുത്ത പടം സിജു ഇത് ചെയ്ത് കഴിയുമ്പോൾ കൊടുക്കാനായിട്ട് വളരെ തയ്യാറായിരിക്കുകയാണ്. അപ്പം സിജുവിൻ്റെ നല്ല പ്രവർത്തനം, നല്ലൊരു പെർഫോമൻസ് നമുക്ക് ഈ സിനിമയിലൂടെ കാണാൻ സാധിക്കും. ഗോപിസുന്ദർ സാറിൻ്റെ മനോഹരമായ പുതിയ 2-3 ഗാനങ്ങളും കൂടെ നമുക്ക് ഡോസിൽ കൂടി നമുക്ക് എല്ലാവർക്കും കേൾക്കാനായിട്ട് സാധിക്കും. അപ്പം താങ്ക് യു സോ മച്ച്. Film is a team effort, so all has to work hard towards a common goal. Then we can make the achievement, we can make it successful. So that will credit to all of them who involved in the movie. And film, എല്ലാവരും അതിൽ ഇൻവോൾവ്ഡ് ആണ്. ഈവൻ ഓഡിയൻസ് പ്രേക്ഷകൻ കൂടെ അതിൽ ഇൻവോൾവ്ഡ് ആണ്. സോ they support, then it's a success for the movie. That will help us more successful to make more productive movies good for the society. So we would like each and everyone to support us and to spread the good movies and make it successful. All the best for the movie. ഈ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. അറിഞ്ഞു പറയാതെയും ഒരു സിനിമയുടെ ഭാഗമായിരുന്നു ഞാനും. ആനന്ദ ശ്രീബാലയിൽ ഒരു ചെറിയ ഭാഗമാകാനായിട്ട് എനിക്ക് സാധിച്ചു. അപ്പോൾ ആ സിനിമയിൽ ചേച്ചിയും ഉണ്ടായിരുന്നു എന്നുള്ള സന്തോഷം എനിക്ക് ഭയങ്കരമായിട്ട് അഭിമാനമുണ്ട് ആ ഒരു പടത്തിൻ്റെ ഭാഗമാകാനായിട്ട് സാധിച്ചതിൽ. അപ്പോൾ ഇന്ന് ചേച്ചിയെ വീണ്ടും കാണാനായിട്ട് സാധിച്ചു. അപ്പോൾ ഈ പടത്തിന് വേണ്ടി ഒരു ആശംസ അറിയിക്കാനായിട്ട് സ്നേഹപൂർവ്വം റിക്വസ്റ്റ് ചെയ്യുന്നു. എല്ലാവർക്കും നമസ്കാരം. ഇത് ശരിക്കും ഞാനൊട്ടും പ്രതീക്ഷയല്ല. ഞാൻ ഈ ഒരു പടത്തിൻ്റെ ഭാഗമാകാനായിട്ട് അഭിലാഷിനെ തിരഞ്ഞെടുക്കുമ്പോൾ ഒരുപാട് സന്തോഷം തോന്നി. കാരണം സിജു ഞങ്ങൾ നേരത്തെ ഒന്നിച്ച് വർക്ക് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ വിനയൻ സാറിൻ്റെ മകൻ്റെ പടം അതിൽ വർക്ക് ചെയ്യാൻ സാധിച്ചു. റോണിച്ചിട്ട് എല്ലാവരുടെയും കൂടെ വർക്ക് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഈ ഒരു ഫിലിം വൻ വിജയമായി മാറട്ടെ. അതിൻ്റെ ഒരു ഭാഗമാകാൻ സാധിച്ചതിൽ എനിക്ക് ഒരുപാട് സന്തോഷം. താങ്ക് യു. താങ്ക് യു സിജപ്പ. സപ്പോസ് ടു ബി സിജു നായകനായിട്ടുള്ള വലിയൊരു സിനിമയുടെ ഭാഗമായിട്ട് മലയാള സിനിമയുടെ മുമ്പിൽ ഡോസ് എന്നൊരു സിനിമയുടെ ഫംഗ്ഷനിൽ ഇങ്ങനെ വന്ന് നിൽക്കാൻ സാധിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. ഈ ഒരു സ്റ്റേജിൽ എനിക്ക് നിൽക്കാൻ കഴിഞ്ഞതിൽ ഞാൻ വളരെ ഹാപ്പിയാണ്. ആദ്യം തന്നെ അഭിലാഷ് ചേട്ടൻ എനിക്ക് ഈ ഒരു ഓപ്പർച്യൂണിറ്റി തന്നതിൽ താങ്ക് യു. എല്ലാവിധ ആശംസകളും ഞാൻ അറിയിക്കുന്നു. ഇത് വലിയൊരു സക്സസ് ആവട്ടെ. എനിക്കിവിടെ സിജു ചേട്ടൻ അറിയാം, പിന്നെ റോൺ ചേട്ടൻ അറിയാം, ബാക്കി എല്ലാവരും ഞാൻ പരിചയപ്പെട്ട് വരുന്നുള്ളൂ. ബാക്കി എല്ലാവരും എനിക്കറിയാം, അവർക്കാർക്കും എന്നെ അറിയില്ല. അപ്പോൾ ഒത്തിരി സന്തോഷമുണ്ട്. ബാക്കി താങ്ക് യു. ഗുഡ് ഈവനിങ് എല്ലാവർക്കും. താങ്ക് യു ഫസ്റ്റ് ഓഫ് ഓൾ ഇന്ന് എല്ലാവരും ഇവിടെ വരുന്നതിന്, ഡോസിനെ സപ്പോർട്ട് ചെയ്യുന്നത്. ഗുഡ് ഈവനിങ് ടു ഓൾ ദ ഗെസ്റ്റ്സ് ഔട്ട് ഹിയർ. ഇതെൻ്റെ 3ാമത്തെ പടമാണ്. B32 മുതൽ 44 ആദ്യത്തെ പടം. അത് കഴിഞ്ഞിട്ട് റോന്ത്, ഇപ്പം ഡോസ്. 5 ദിവസം മുമ്പെയാണ് അഭിലാഷ് ഏട്ടനെ കാണുന്നത്. ഈ പടം എനിക്ക് കിട്ടിയത് സതീഷ് ഏട്ടനാണ് വിളിച്ച് പറഞ്ഞത്. ആൻഡ് അതിൻ്റെ അകം സ്ക്രിപ്റ്റ് കേട്ടു, ഇഷ്ടപ്പെട്ടു. ഇവിടെ നിൽക്കാനുള്ള opportunity കിട്ടി. So I'm really grateful. Thank you. I'm excited to work with Sijoy and also. So thank
താങ്ക് യു താങ്ക്സ്